ഇന്ന് വേതാളം പറഞ്ഞ രണ്ടാമത്തെ കഥയാണ് പറയാൻ പോകുന്നത്. ഒരു കന്യകയും 3 യുവാക്കളും. വീണ്ടും വിക്രമാദിത്യൻ മുരിക്കുമരത്തിൽ നിന്ന് വേതാളത്തെ പിടിച്ചിറക്കി തോളിലിട്ടു. നടക്കുന്നതിനിടയിൽ വിക്രമാദിത്യൻ ആ ശബ്ദം വീണ്ടും കേട്ടു. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തയ്യാറാണെങ്കിൽ മാത്രം ഞാൻ നിങ്ങളോടൊപ്പം വരാം. ശരിയായ ഉത്തരം നൽകിയില്ലെങ്കിൽ ആ ക്ഷണം നിങ്ങളുടെ ശിരസ് പൊട്ടിത്തെറിക്കും. വിക്രമാദിത്യൻ മറുപടി പറയുന്നതിന് മുൻപേ വേതാളം കഥ പറഞ്ഞു തുടങ്ങി. വിശ്വരഞ്ജിതം എന്ന നാട്ടിൽ ഒരു ബ്രാഹ്മണ കന്യകയുണ്ടായിരുന്നു. ആ കന്യകയെ ഭാര്യയാക്കണമെന്ന് ഒരു ബ്രാഹ്മണ യുവാവ് മോഹിച്ചു. പെൺകുട്ടിയുടെ പിതാവിനെ കണ്ട് അയാൾ തൻ്റെ ഇംഗിതം അറിയിച്ചു. പിതാവ് സമ്മതം മൂളി. ഇതിനിടെ മറ്റൊരു യുവാവ് കുട്ടിയുടെ അമ്മാവനെ കണ്ട് അവളെ തനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് അപേക്ഷിച്ചിരുന്നു. അങ്ങനെയാവട്ടെ, വേണ്ട ഒരുക്കങ്ങൾ നടത്തിക്കൊള്ളൂ എന്ന് അമ്മാവൻ പറഞ്ഞു. മൂന്നാമതൊരാൾ പെണ്ണിൻ്റെ അമ്മയെ കണ്ട് അവരുടെ മകളെ തനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാവട്ടെ എന്ന മറുപടിയും പറഞ്ഞു. ഇങ്ങനെ യുവാക്കൾ സമീപിച്ച കാര്യം അമ്മയോ അച്ഛനോ അമ്മാവനോ തമ്മിൽ പറഞ്ഞിരുന്നില്ല. സമയമാകട്ടെ എന്ന് കരുതി മൂവരും കഴിഞ്ഞു. ഒടുവിൽ വിവാഹകാലമായി. 3 യുവാക്കളും രംഗത്തെത്തി. അപ്പോഴാണ് മുതിർന്നവർ മുൻപ് നൽകിയ വാഗ്ദാനങ്ങളുടെ കഥ വെളിവാക്കിയത്. ഇനി എന്താണ് നിവൃത്തി? ആ 3 പേരെ ഒഴിവാക്കുകയല്ലാതെ വേറെ വഴിയില്ല. യുവാക്കൾ ന്യായാധിപനെ സമീപിച്ചു. താൻ മൂലം ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ യുവതിക്ക് വല്ലാത്ത മനസ്താപമുണ്ടായി. ആ വിഷമത്തിൽ അവൾ മരിച്ചുപോയി. 3 യുവാക്കൾക്കും വല്ലാത്ത വിഷമമായി. പെൺകുട്ടിയുടെ ശവസംസ്കാരം നടന്നിടത്ത് പോയിരുന്ന് 3 പേരും വിലപിച്ചു. ഒരാൾ അവളുടെ അസ്ഥി പെറുക്കിയെടുത്ത് ഗംഗാസ്നാനത്തിന് പുറപ്പെട്ടു. മറ്റൊരാൾ തീർത്ഥാടനത്തിന് പോയി. 3-മൻ അണഞ്ഞ ചിതയ്ക്ക് സമീപമിരുന്നു. തീർത്ഥാടനത്തിന് പുറപ്പെട്ട യുവാവ് യാത്രക്കിടയിൽ ഒരു ഗൃഹത്തിൽ ഭക്ഷണത്തിനെത്തി. അവിടെ അമ്മയും മകളും തമ്മിൽ കലഹം നടക്കുന്നു. കോപം മൂത്ത മാതാവ് അവളെ തീയിൽ തള്ളിയിട്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും ആ അമ്മയ്ക്ക് സങ്കടമായി. അവർ ഉടൻ തന്നെ മകളുടെ അസ്ഥി എടുത്ത് ചേർത്ത് വെച്ച് സഞ്ജീവനി മന്ത്രം ജപിക്കുകയും തൽക്ഷണം മരിച്ച മകൾക്ക് ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തു. എല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു ആ ബ്രാഹ്മണ യുവാവ്. അയാൾക്ക് ആശ്ചര്യമായി. ആ മന്ത്രം തനിക്ക് കൂടി പറഞ്ഞു തരണമെന്ന യുവാവിൻ്റെ അപേക്ഷ ആ അമ്മ സ്വീകരിച്ചു. അയാളെ മന്ത്രം പഠിപ്പിക്കുകയും ചെയ്തു. ഉടൻ തന്നെ അസ്ഥിയും കൊണ്ട് ഗംഗാസ്നാനത്തിന് പോയ യുവാവിനെയും കൂട്ടി അയാൾ പെൺകുട്ടിയെ ദഹിപ്പിച്ച സ്ഥലത്ത് ചെന്നു. അവിടെ 3-മൻ കണ്ണീരോടെ കാത്തിരിക്കുകയായിരുന്നു. അസ്ഥികൂടത്തെ ഒന്നാക്കി സഞ്ജീവനി മന്ത്രം ജപിച്ചതോടെ മരിച്ച ബ്രാഹ്മണ യുവതി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. അതോടെ വീണ്ടും തർക്കമായി. അവളെ 3 പേർക്കും വേണം. പക്ഷെ ഒരാളെ മാത്രമേ വിവാഹം കഴിക്കാനാകൂ എന്ന് യുവതി തീർത്തു പറഞ്ഞു. ഈ 3 പേരിൽ ആർക്കാണ് കന്യകയെ വിവാഹം കഴിക്കാൻ അർഹത? കഥ നിർത്തി വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു. ഉത്തരത്തിന് താമസം ഉണ്ടായില്ല. മന്ത്രം ചൊല്ലി പെൺകുട്ടിക്ക് ജീവൻ കൊടുത്തവൻ പിതൃതുല്യനാണ്. അസ്ഥിയും കൊണ്ട് ഗംഗാസ്നാനത്തിന് പോയയാൾ ആ മകൻ്റെ കർത്തവ്യമാണ് അനുഷ്ഠിച്ചത്. ചിതയ്ക്കരികിൽ പ്രിയതമയുടെ വേർപാടിൽ മനം നൊന്ത് കഴിഞ്ഞവനെ ഭർത്താവായി സ്വീകരിക്കുകയാണ് ഉചിതം. വിക്രമാദിത്യൻ്റെ മറുപടി കേട്ട ക്ഷണം വേതാളത്തിനെ കാണാതായി. ആ പഴയ മുരിക്കുമരത്തിൽ വേതാളം വീണ്ടും തലകീഴായി കിടക്കുന്നുണ്ടായിരുന്നു. ഇനി എന്ത് ചോദ്യമായിരിക്കും വിക്രമാദിത്യനോട് വേതാളം ചോദിക്കാനിരിക്കുന്നത്? ആ ചോദ്യവും കഥയുമായി അടുത്ത ഭാഗത്തിൽ കാണാം.